സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്നയാളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെയുള്ള ആളോട് ഹൈക്കോടതി പറയുകയാണ്, ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരമില്ല. വിവേചനാധികാരം പ്രയോഗിക്കേണ്ടത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ല. കോടതിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കണമെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുമാത്രം പണിയെടുത്തു കാണും. അത് ഒരു പണിയല്ല, നിരന്തര പണിയാണ്. സർവകലാശാലകളുമായി മല്ലുപിടിക്കുക എന്നതാണ് പ്രധാന ഹോബി. സർവകലാശാല എന്ന ബോർഡ് കണ്ടാൽ പണി തുടങ്ങും. സെനറ്റ് പിരിച്ചുവിടുക, രാജ്ഭവനിലിരുന്ന് സെനറ്റ് ലിസ്റ്റ് സ്വയം തയ്യാറാക്കി പ്രഖ്യാപിക്കുക, VC-മാരെ പുറത്താക്കുക എന്നുവേണ്ട കാലങ്ങളായി അധ്വാനത്തിലാണ്. ഇതൊക്കെ പിണറായി സർക്കാരിനിട്ടുള്ള ഒന്നൊന്നര പണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്താൻ മാധ്യമങ്ങളും സേവ് യൂണിവേഴ്സിറ്റിക്കാരായ കോൺഗ്രസ്സുകാരും പിന്നെ BJP-യും ഉള്ളപ്പോൾ അധ്വാനം കടുപ്പിച്ചു. ഇദ്ദേഹം ഗവർണറോ അതോ പ്രതിപക്ഷ നേതാവോ എന്ന് പലപ്പോഴും തോന്നിപ്പിച്ചിട്ടുണ്ട്. മിഠായി തെരുവിലെ മധുരം നുണഞ്ഞ് വിവാദങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞു പോകവേ ഗവർണർ കം ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ അടിതെറ്റിയത് കോടതികളിലാണ്. അതും ഒന്നും രണ്ടും വട്ടമല്ല, പല വട്ടം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചതാണ് ആദ്യം പറഞ്ഞത്. ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരമില്ല. വിവേചനാധികാരം പ്രയോഗിക്കേണ്ടത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ല. ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന കേരളത്തിൻ്റെ പൗരബോധത്തിന് മുന്നിൽ നിരന്തരം തോൽക്കുന്നയാളാണ് സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ.